ഒരു 1/2 കിലോ ക്യാരറ്റ് ഉണ്ടല്ലോ, കുറച്ച് പാല് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ടില്ലേ, നല്ല അടി പിടിക്കാത്ത പാനിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഇതിങ്ങനെ കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് റവ മതിയാവും കേട്ടോ. 1/2 ഗ്ലാസ് റവയും കുറച്ച് ഏലക്കായയും കുറച്ച് പഞ്ചസാരയും ഇത് കുറുകി വന്ന സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു പാകം, കട്ട പിടിച്ച് പോകുന്ന ഒരു പാകമൊക്കെ അറിയാം. ഈ ഒരു പാകത്തിൽ നമ്മൾ റവയും പഞ്ചസാര ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടയാക്കി നല്ല എടുക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല ഉറപ്പിച്ച് നല്ല ബോളുകളാക്കി എടുക്കുക. എന്നിട്ട് ഒരു അര ലിറ്റർ പാലും ഇച്ചിരി വെള്ളവും എന്നിട്ട് നല്ല തിളപ്പിക്കാൻ വെക്കുക. ഭയങ്കര കട്ടി വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചേർക്കാറുണ്ട്, പാല് തനിയെ ചേർക്കാറില്ല. പിന്നെ ഒരു 4-5 സ്പൂൺ കോൺഫ്ലവർ ഇത്തിരി വെള്ളത്തിൽ കലക്കി ഇതങ്ങ് തിളച്ച് വരാനാവുമ്പോഴേക്ക് ഇട്ട് കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കണം, പെട്ടെന്ന് കട്ട പിടിച്ചു പോവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞ ക്യാരറ്റിന് അധികം മധുരം മാറി ഇടരുത്. മിൽക്ക് മെയ്ഡിൻ്റെ മധുരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മധുരത്തിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ. അപ്പോൾ പാല് തിളക്കുമ്പോൾ കുറച്ച് കോൺഫ്ലവർ ഒരു 4-5 സ്പൂൺ മതിയാവും. കട്ട പിടിച്ചെങ്ങാനും പോവണിയും കുറച്ച് തിളച്ചോ പാലോ ചേർത്താൽ മതി. ഒരു കുറുകിയ പാകം വേണം കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ടേക്കണം. എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഭയങ്കര ചെറിയ തീയിൽ വേണം കേട്ടോ കോൺഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ബോൾസ് ഇടുക. അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഇച്ചിരി ഏലക്കായപ്പൊടിയും പിന്നെ ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ബദാമോ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഗ്രേറ്റ് ചെയ്തങ്ങ് ഇങ്ങനെ മേളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കായപ്പൊടിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു 2-3 തുള്ളി നെയ്യും കൂടി ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാക്കിയാണ്, ഓടിപ്പോയി ഉണ്ടാക്കി നോക്കണേ. നല്ലതല്ലേ പാലും ക്യാരറ്റൊക്കെ. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ ഐസ്ക്രീമൊക്കെ ഇട്ടും കൂടി കഴിച്ചോട്ടെ, അടിപൊളിയായിരിക്കും. ഇനി ഇവന്മാരെ അഭിപ്രായം